My name is Shruti. Today we are going to deal with the poem Lines Written in Early Spring. First of all, my dear students, please take your English textbook and notebook and some educational equipments like pen, pencil, etc. I will ask some questions. You try to answer it in one sentence. Hope you all are ready with the books. First question is, have you ever observed the nature closely? നിങ്ങൾ എപ്പോഴെങ്കിലും പ്രകൃതിയെ അടുത്ത് നിന്ന് നിരീക്ഷിച്ചിട്ടുണ്ടോ? You can write in one sentence only. Next question. What is the most beautiful thing in the nature that you felt? പ്രകൃതിയിലെ ഏറ്റവും ഭംഗിയുള്ള സംഭവമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത് എന്താണ്? Write in one sentence only. Third question. How does nature make you feel? പ്രകൃതിയെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ചിന്ത എന്താണ്? Only one sentence. Hope all of you have written the answers. Then come to the poem. Lines Written in Early Spring is written by William Wordsworth. Here our title is Lines Written in Early Spring. Here we can see one season. What's that? ഒരു സീസൺ കാണിക്കുന്നുണ്ടല്ലേ, സ്പ്രിംഗ്. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നാച്ചുറലി ഇൻ മോസ്റ്റ് കൾച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് ഓൾ വെസ്റ്റേൺ കൺട്രീസ് ദ ഇയർ ഈസ് ഡിവൈഡഡ് ഇൻടു 4 സീസൺസ്. അല്ലേ, 4 സീസൺസ് ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. വാട്ട് ആർ ദേ? സ്പ്രിംഗ്, സമ്മർ, ഓട്ടം ആൻഡ് വിന്റർ. So spring naturally comes before the summer season and after the winter season. So what's the speciality of spring season? എന്താണ് spring season's speciality? We know already. In most of the countries in spring season rains will fall for hours. കുറേ നേരം ഇങ്ങനെ മഴ തുടർച്ചയായി പെയ്യും അല്ലേ? So this rain helps the plants to grow, the flowers to bloom. അല്ലേ, ഈ സമയത്താണ് നിറയെ ചെടികളും നിറയെ പുഷ്പങ്ങളൊക്കെ ഉണ്ടാവുന്ന ഒരു സമയമാണ്. ഫോർ മെനി ആനിമൽസ് ഇറ്റ് ഇസ് എ ബ്രീഡിംഗ് ടൈം. നിറയെ പുല്ലുകളൊക്കെ ആയിട്ട് ആനിമൽസിനൊക്കെ, പശു, ആട് പോലത്തെ ആനിമൽസിനൊക്കെ ഇതൊരു ബ്രീഡിംഗ് ടൈം കൂടിയാണ്. സോ കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ സീസൺ. കം ടു ദ പോയറ്റ് സൈഡ്. അവർ പോയറ്റ് ഇസ് വില്യം വേർഡ്സ്വർത്ത്. He is a famous poet. He belongs to the romantic age. What is romantic age? Romance, love, pranayam, avannalla. So romantic age means it is in British literature there are many ages are there. അവിടെ കുറെ ഏജസ് വരുന്നുണ്ട്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്, മിഡിൽ ഇംഗ്ലീഷ് പീരീഡ്, റിനൈൻസ്, ന്യൂ ക്ലാസിക്കൽ, അത് കഴിഞ്ഞ് വരുന്നതാണ് റൊമാൻറ്റിക് പീരീഡ്. വാട്ട്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് റൊമാൻറ്റിക് പീരീഡ്? In romantic age, poets write from their soul. Our poet William Wordsworth defines poetry as a spontaneous overflow of powerful feelings. That means the poem comes from our heart naturally and smoothly. അല്ലാതെ കുറച്ച് റൂൾസിൻ്റെയും റെഗുലേഷൻസിൻ്റെയും ബേസിലല്ല പോം എഴുതേണ്ടത് എന്നാണ് വില്യം വേർഡ്സ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മനസ്സിൽ നമ്മളൊരു ഒബ്ജക്റ്റിനെ കണ്ടു, നമുക്ക് എന്ത് ഫീൽ ചെയ്തു, ദാറ്റ് ഇസ് സെൽഫ് എക്സ്പ്രഷൻ. സെൽഫ് എക്സ്പ്രഷനിൽ നിന്നാണ് പോം വരേണ്ടത് എന്നാണ് നമ്മുടെ വേർഡ്സ്വർത്ത് പറയുന്നത്. സോ ഇവിടെ ഇൻഡിവിജ്വൽ എക്സ്പ്രഷൻ, ഇൻഡിവിജ്വൽ ഫീലിങ്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് റൊമാൻറ്റിക് പീരീഡ്. സോ ദേ ആർ ദ അഡ്മയേഴ്സ് ഓഫ് ബ്യൂട്ടി, ലവ്, pleasure, these types of objects. So Wordsworth has a renowned reputation as the poet of nature. He is the poet of nature. He is the admirer of nature. He is attracted by each and every object in the nature.
അദ്ദേഹം നേച്ചറിന്റെ വലിയൊരു നേച്ചറിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. റൊമാൻറ്റിക് ഏജിലെ എല്ലാ പോയറ്റ്സും അങ്ങനെ തന്നെയാണ്, ഇദ്ദേഹം സ്പെഷ്യലി. അപ്പോ നേച്ചറിലെ ഓരോ ഒബ്ജക്റ്റും അദ്ദേഹത്തിന് കവിത ജനിപ്പിക്കുന്നു എന്നാണ് പറയുക. നോട്ട് ഓൺലി ദാറ്റ്, ഹി ഈസ് എ ആർഡന്റ് വാക്കർ. അദ്ദേഹം നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പ്രകൃതിയിലൂടെ നടക്കുമ്പോൾ ഇങ്ങനെ ഓരോ ഒബ്ജക്റ്റും നിരീക്ഷിച്ചുകൊണ്ടാണ് അദ്ദേഹം നടക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും നടക്കുമ്പോഴൊക്കെ പ്രകൃതിയിലെ ഒബ്ജക്റ്റ് നിരീക്ഷിക്കാറുണ്ടോ? എപ്പോഴും മൊബൈൽ ഫോണൊക്കെ പിടിച്ച് അതിന്റെ ടച്ച് സ്ക്രീനൊക്കെ ചെയ്തായിരിക്കും നടക്കുന്നുണ്ടാവുക അല്ലെ? പക്ഷെ വേർഡ്സ്വർത്തിനെ സംബന്ധിച്ച് കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കുകയാണെങ്കിലും പ്രകൃതിയിലെ ഓരോ ഒബ്ജക്റ്റും അദ്ദേഹം മനസ്സിൽ ഒപ്പിയെടുക്കും. അവിടെ ഒരു കവിത ജനിക്കുന്നു എന്നുള്ളതാണ്. That is a speciality of Wordsworth's poems. Our poem, lines written in early spring. He wrote this poem on the walk near the village of Alford. നമ്മൾ പറഞ്ഞു നടക്കാൻ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് വേർഡ്സ്വർത്ത്. അപ്പോൾ ഈ പോം ജനിച്ചത് തന്നെ ഒരു ആൽഫോർഡ് എന്നുള്ള വില്ലേജിനരികിലൂടെ നടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്ന ഐഡിയാസ് ആണ് ഈ പോം ആയിട്ട് ജനിക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് നാച്ചുറൽ ബ്യൂട്ടി ഹി കമ്പോസ്ഡ് മെനി പോംസ്. നാച്ചുറൽ ബ്യൂട്ടിനെ കുറിച്ച് അദ്ദേഹം കുറെ പോംസ് കമ്പോസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് അബൌട്ട് ദിസ് പോം. സോ lines written in early spring tells about sweet bitter moment. The sweet bitter, മധുരവും ഉണ്ട് കയ്പും ഉണ്ട്. അതായത് ഒരു സങ്കടത്തിന് ഒരു ദുഃഖം ഉണ്ട് എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ പോയത്തിലും ബിറ്റർ ആയിട്ടും സ്വീറ്റ് ആയിട്ടും കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് നമ്മുടെ പോയറ്റ്. സോ വാട്ട് മേ ബി ദ ബിറ്റർ സൈഡ്, വാട്ട് മേ ബി ദ സ്വീറ്റ് സൈഡ്? നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ സന്തോഷമുണ്ട് സങ്കടവും ഉണ്ട് അല്ലെ? അതുപോലെ തന്നെ വേർഡ്സ്വർത്തിനും ഈ പോയം സങ്കടവും സന്തോഷവും തരുന്നുണ്ട്. ആ ഒരു ഫീലിംഗിൽ എഴുതിയ പോം തന്നെയാണ് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. This poem is written on the background of French Revolution and rise of Industrial Revolution, which brought men to the death and harm. ഈ പോം എഴുതുന്ന സമയത്ത് at the time of writing this poem എന്താണ്ടായിരുന്നു? ഫ്രഞ്ച് റെവല്യൂഷനും ഇൻഡസ്ട്രിയലൈസേഷനും ഒക്കെ വരാൻ പോകുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ, ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിയാം, നാച്ചുറലി ഹി ഈസ് അഡ്മയർ ഓഫ് നേച്ചർ. സോ ഹി പ്രൊട്ടസ്റ്റഡ് ദ അഗ്ലിനെസ് ഓഫ് ഡ്രോയിങ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ, മെഷീൻസ്, ബിഗ് ബിൽഡിങ്സ്, ഫാക്ടറീസ്, സ്മോക്സ്, പൊല്യൂഷൻ ആൻഡ് സോ ഓൺ. അവര് നാച്ചുറിനെ സ്നേഹിക്കുന്നവർക്ക് ഒരിക്കലും ഈ നാച്ചർ, പ്രകൃതിയിലെ മരങ്ങളൊക്കെ വെട്ടി ഇൻഡസ്ട്രീസും ബിൽഡിങ്സും ഒക്കെ ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല അല്ലെ? അതുപോലെ തന്നെയാണ് വേർഡ്സ്വർത്തിനും. ആ സമയം ഇൻഡസ്ട്രിയലൈസേഷൻ തുടക്കമായിരുന്നു. അപ്പോൾ പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന പ്രശ്നം, നമ്മൾ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങിയ നമുക്ക് തന്നെ അറിയാം ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെ? ഫാക്ടറിന്ന് പുക, അസുഖങ്ങൾ എല്ലാം മനുഷ്യനെ തന്നെ കൊല്ലുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. നമ്മൾ പ്രകൃതിയെയും കൊല്ലുന്നു, മനുഷ്യനെയും കൊല്ലുന്നു. ആ ഒരു ഫീലിംഗ് ആണ് ഈ പോത്തിലൂടെ കവി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സോ come to the poem. Okay, come to the poem. I heard 1,000 blended notes while in a grove I sat reclined in that sweet mood when pleasant thoughts bring sad thoughts to the mind. I heard 1,000 blended notes. Here narrator saying he heard 1,000 blended notes. Blended notes means notes ശബ്ദം. സോ പ്രകൃതിയിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ആരുടെ ആയിരിക്കും? നിങ്ങൾക്ക് പ്രകൃതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എഴുതാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്താ എഴുതിയത്? പക്ഷികളുടെ സൗണ്ട് എഴുതിയോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്നതും ബേർഡ് സൗണ്ട്സ് ആണ്. സോ ബ്ലെൻഡഡ് നോട്ട്സ്, ബേർഡ്സിന്റെ മിക്സ് ചെയ്തിട്ടുള്ള സൗണ്ട്സ്, ബ്ലെൻഡിങ്, മിക്സിങ് അറിയാമോ? സോ പ്രകൃതിയിൽ ധാരാളം പക്ഷികളുടെ മിക്സ് ചെയ്തിട്ടുള്ള വോയിസ് ഞാൻ കേൾക്കുകയാണ്. ഇവിടെ എക്സാജറേഷൻ വരുന്നുണ്ട്. 1,000 blended notes. സോ എക്സാജറേഷന് നമ്മൾ പോയത്തിൽ പറയുന്നത് ഹൈപ്പർബലി എന്നാണ്. സോ ഹിയർ ദ പോയറ്റ് യൂസ്ഡ് ഹൈപ്പർബലി. സോ while in a grove I sat reclined. Sat means the old form of sat, S-A-T. അതിനെ യൂസ് ചെയ്തിരിക്കുന്നതാണ് sat, reclined. So while the poet was sitting relaxedly under a grove, woodland. പോയറ്റ് ഒരു വുഡ്ലാൻഡിന്റെ
അവിടെ റെസ്റ്റ് ചെയ്ത് റിലാക്സ്ഡ് മാനറിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം നല്ല കുറേ മിക്സ്ഡ് വോയിസ് ഓഫ് ബേർഡ്സ് ഇങ്ങനെ കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ്. സോ ഹിസ് മൈൻഡ് ഈസ് ഫുൾ ഓഫ് പ്ലഷർ. അദ്ദേഹത്തിന്റെ മനസ്സിൽ മുഴുവൻ സന്തോഷമാണ്. In that sweet mood, when pleasant thoughts bring sad thoughts to the mind. In that time, when he is enjoying pleasure, happiness, something irritated his mind. ആ സമയത്ത് സന്തോഷിച്ചിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിന്റെ മൈൻഡിന് എന്തോ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. സംതിങ് സാഡൻഡ് ഹിസ് മൈൻഡ്. എന്തോ വിഷമിപ്പിക്കുന്നുണ്ട്. അതെന്തായിരിക്കാം? Can you guess? So here something irritated, saddened his mind. That's the 4 lines. So this poem, what is specialty of this poem? There are total 6 stanzas are there. Each stanza contain 4 lines. അതിനെ quatrains എന്നാണ് പറയുക. 4 lines ആയി arrange ചെയ്തതിനെ quatrains എന്ന് പറയും. So this poem is written in the form of quatrains of 6 stanza. So hope all of you have understood the first stanza. Poet വുഡ്ലാൻഡിൻ്റെ അവിടെ വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ നല്ല മിക്സ്ഡ് ആയിട്ടുള്ള കുറേ ബേർഡ്സിൻ്റെ വോയിസ് കേൾക്കുകയാണ്. ഹി ഫൈൻഡ് എ പ്ലഷർ ഇൻ ദാറ്റ് വോയിസ്. എല്ലാ ബേർഡ്സും ഹാപ്പിയാണ്. എവ്രിവെയർ ദർ ഇസ് എ പ്ലഷർ. ബട്ട് അറ്റ് ദ സെയിം ടൈം സംതിങ് സാഡൻഡ് ഹിസ് മൈൻഡ്. എന്തോ അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നുണ്ട്. അതെന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. സോ കം ടു ദിസ് നെക്സ്റ്റ് സ്റ്റാൻസ. ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക് the human soul that through me ran, and much it grieved my heart to think what man has made of man. Here, the nature has linked to the kindness of human soul. Here, we can see a strong bond between nature and human soul. So, he said nature has linked to the human soul, including his own. അപ്പൊ ഇവിടെ പ്രകൃതിയെ മനുഷ്യ മനസ്സായിട്ട് ലിങ്ക് ചെയ്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. അദ്ദേഹത്തിലൂടെ ഓടുന്ന ആത്മാവിനെയും അതുപോലെ മറ്റു മനുഷ്യരിലൂടെ ഓടുന്ന ആത്മാവിനെയും പ്രകൃതിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ പോയിന്റ്. ആൻഡ് മച്ച് ഇറ്റ് ഗ്രേവ് മൈ ഹാർട്ട് ടു തിങ്ക് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. അറ്റ് ദ സെയിം ടൈം സഡൻലി ഹിസ് മൈൻഡ് ഈസ് ഗോയിങ് സാഡ്. പെട്ടെന്ന് തന്നെ വീണ്ടും അദ്ദേഹം സാഡ് എന്നുള്ള സിറ്റുവേഷനിലേക്ക് വരികയാണ്, വിഷമത്തിലേക്ക് വരികയാണ്. വാട്ട് ഹി തോട്ട്, എന്താണ് അദ്ദേഹം ചിന്തിച്ചത്? വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, വാട്ട് മാൻ ഹാസ് ഡൺ ടു മാൻ. എന്താണ് മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യരോട് മനുഷ്യർ എന്താണ് കാണിക്കുന്നത്? സോ ഹി says about the cruelties of human beings towards nature and his fellow beings. ഇവിടെയൊക്കെ അദ്ദേഹത്തിന് ഇൻഡസ്ട്രിയലൈസേഷനോടുള്ള ഒരു ദേഷ്യം, അറഗൻസ് ഒക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ what will do, we will cut the trees, loot sand from rivers and build huge factories that will harm to the nature and air, that will pollute the nature and air. അല്ലേ, നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവണേ? മരങ്ങളൊക്കെ വെട്ടും, മണലൊക്കെ റിവേഴ്സിൽ നിന്ന് എടുക്കും, ഹ്യൂജ് വലിയ വലിയ ബിൽഡിങ്സ് പണിയും. ഇതെല്ലാം എന്തുണ്ടാക്കും? പൊല്യൂഷൻ, മലിനീകരണം ഉണ്ടാക്കുന്നു. അങ്ങനെ ജലവും വായുവും ഒക്കെ നശിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ അതിനോടുള്ള ഒരു എതിർപ്പാണ് ഈ ലൈൻസിലൂടെ കാണിക്കുന്നത്. വാട്ട് മാൻ ഹാസ് ഡൺ ടു മാൻ, മനുഷ്യനോട് എന്ത് ക്രൂരതയാണ് കാണിക്കുന്നത്. ദാറ്റ് ഈസ് ലൈഫ് ഇസ് ഹിയർ. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. ഇവിടെ നമുക്ക് alliteration കാണാം. വാട്ട് ഈസ് alliteration? Alliteration means a series of words begins with the same consonants. ഇവിടെ alliteration നമുക്ക് കാണാം. And much it grieved my heart to think. Much, that is a consonant, and grieved my heart, my is the other consonant. സോ ഒരു ലൈനിൽ തന്നെ ഡിഫറെൻറ്റ് വേർഡിൽ ഫസ്റ്റ് കൺസണന്റ് സെയിം ആയി വരികയാണ്. സോ അങ്ങനെയുള്ള വേർഡ്സിനെയാണ്, അങ്ങനെയുള്ള പ്രയോഗത്തെയാണ് alliteration എന്ന് പറയുക. സോ the poet used alliteration in this line. The next line also he used what man has made of man. Can you say which is alliteration? Man, made,
man. So 3 words are starting with the consonant m, yam. So in the third and fourth line, the poet used alliteration. And also one personification we can see. What is personification? Person. അതായത് എന്തെങ്കിലും ഐഡിയാസോ ഇമാജിനെയോ തിങ്ങിനെയോ ഹ്യൂമൻ ക്വാളിറ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിനെയാണ് personification എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് കണക്റ്റഡ് ടു ഹ്യൂമൻ ആട്രിബ്യൂട്ട്സ്. ഫോർ എക്സാമ്പിൾ, ദ സ്കൈ വീപ്സ്. വീപ്സ് എന്ന് പറഞ്ഞാൽ കരയുക. അപ്പൊ മനുഷ്യന്മാരാണ് സാധാരണ കരയാറുള്ളത്. ഇറ്റ് ഈസ് എ ഹ്യൂമൻ ക്വാളിറ്റി. അപ്പൊ ആകാശം കരയുന്നു എന്ന് പറഞ്ഞാൽ ആ ഹ്യൂമൻ ക്വാളിറ്റീനെ ആകാശത്തിനോട് കണക്ട് ചെയ്തിരിക്കുകയാണ്, ആകാശത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവിടെ എന്താണ് പെർസോണിഫൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ പെർസോണിഫിക്കേഷൻ എവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? ടു ഹെർ ഫെയർ വർക്ക്സ് ഡിഡ് നേച്ചർ ലിങ്ക്. ഹെർ ഫെയർ വർക്ക്സ് ഒരു ഹ്യൂമൻ ക്വാളിറ്റിയായി കണക്ട് ചെയ്തിരിക്കുന്ന കാരണം ദ ഫസ്റ്റ് ലൈൻ യു ക്യാൻ ടേക്ക് ആസ് എ പെർസോണിഫിക്കേഷൻ. ഇറ്റ് ഈസ് പെർസോണിഫൈഡ്. Hope all of you have understood this stanza also. Come to the next stanza. Through primrose tufts in that green bower, the periwinkle trailed its wreaths, and 'tis my fate that every flower enjoys the air it breathes. Here we can see two beautiful flowers. I mean primrose. അത് സ്പ്രിംഗ് സീസണിൽ ഉണ്ടാവുന്ന ഒരു യെല്ലോ ഫ്ലവർ ആണ്, ഒരു ഫെയ്ഡ് ആയിട്ടുള്ള യെല്ലോ കളർ ഫ്ലവർ ആണ്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഫ്ലവർ. ആൻഡ് പെരിവിങ്കിൾ, ഇറ്റ് ഇസ് എ പ്ലാന്റ് ദാറ്റ് ഗ്രോസ് അറൗണ്ട് ദ പ്ലാന്റ്. അത് പെരിവിങ്കിൾ ഇങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു തരം ചെടിയാണ്. അപ്പോൾ ഈ പ്രിംറോസിനോട് പ്രിംറോസിൽ പെരിവിങ്കിൾ ചേർന്ന് കയറി നല്ലൊരു വളയം പോലെ, പുഷ്പചക്രം പോലെ തീർത്തിരിക്കുകയാണ് പ്രകൃതി. അപ്പോൾ ഈ പെരിവിങ്കിളും പ്രിംറോസും ചേർന്ന് നല്ല ഭംഗിയുള്ള ഒരു പുഷ്പചക്രം തീർന്നിരിക്കുന്നു. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. ഹി ഈസ് അട്രാക്റ്റഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ നേച്ചർ. ഹിയർ, and 'tis my fate that every flower enjoys the air it breathes. Here also he can find pleasure in flowers. ഈ ഫ്ലവേഴ്സ് എടുക്കുന്ന ഓരോ ശ്വാസത്തിലും സന്തോഷം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. That is, every object in the nature is happy. So while we are seeing that happiness, our hearts also fill with happiness. So he enjoys the air it breathes. Here we can see imagery. What is imagery? നമ്മളുടെ ഫിസിക്കൽ റെസ്പോൺസിനെ അപ്പീൽ ചെയ്യുന്ന തരം തിങ്സിനെയാണ് നമ്മൾ ഇമേജറി എന്ന് പറയുന്നത്. For what purpose the poet is using imagery in the poem? To make it beautiful. So here നമ്മളോട് പറയാണ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. അപ്പൊ നമ്മളുടെ മനസ്സിലൊരു ബ്യൂട്ടിഫുൾ ഫ്ലവറിന്റെ പിക്ചർ വരുന്നു. സോ നമ്മുടെ ഐ സെൻസിനെ അത് അപ്പീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിനെ എന്ത് പറയാം? വിഷ്വൽ ഇമേജ് എന്ന് പറയാം. There are types of images are there. Visual image, auditory image, olfactory image, tactile image. Many images are there. So ഇവിടെ നമുക്ക് ഈ വിഷ്വൽ ഇമേജ് കാണാലോ. പ്രിംറോസിന്റെ വിഷ്വൽ ഇമേജ് കാണാം, പെരിവിങ്കിൾ അത് തീർത്തിരിക്കുന്ന പുഷ്പചക്രത്തിന്റെ ഇമേജ് കാണാം. സോ ഹിയർ വിഷ്വൽ ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് അതിന്റെ സ്മെല്ലും കിട്ടുന്നു അല്ലെ. റോസ് ഫ്ലവർ, ദ സ്വീറ്റ് സ്മെൽ ഓഫ് ജാസ്മിൻ, അങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിന്റെ സ്മെല്ലും കിട്ടാൻ ചാൻസ് ഉണ്ട്. Okay, so here he used visual images. Then here also he used personify. He used personification, where enjoys the air it breathes. സാധാരണ ശ്വസിക്കുക ആരാണ്? നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ് അല്ലേ. അപ്പൊ ഇവിടെ മനുഷ്യർക്കുള്ള ക്വാളിറ്റീനെ പുഷ്പത്തിലേക്ക് കൊടുത്തിരിക്കുകയാണ്, കണക്ട് ചെയ്തിരിക്കുകയാണ്. So human attribution കൊടുത്തിരിക്കുകയാണ്. So here he used personification. He personified the land. Hope all of you have understood. Come to the next stanza. The birds around me hopped and played. Their thoughts I cannot measure. But the least motion which they made, it seemed a thrill of pleasure. So birds around me hopped and played. First സ്റ്റാൻസിൽ നമ്മൾ എന്താണ് കണ്ടത്? ബേർഡ്സിന്റെ മ്യൂസിക്, ബ്ലൻറ്റഡ് നോട്ട്സ് ആണ് കണ്ടത്. ഹൗ നേച്ചർ എൻജോയ്ഡ് ദംസെൽവ്സ്. ഇവിടെ എന്താണ് നെക്സ്റ്റ് സ്റ്റാൻസിൽ നമ്മൾ ഫ്ലവേഴ്സിന്റെ പ്ലഷർ കണ്ടു. തേർഡ് സ്റ്റാൻസിൽ നമ്മൾ ബേർഡ്സിനെ കുറിച്ചാണ് വീണ്ടും വരുന്നത്. സോ
Birds around me hopped and played. Birds hopped means jumped, played. So when he was sitting, there are so many birds are there. They are hopped, jumped and played. They are happy. Their thoughts I cannot measure. I cannot measure their thoughts. പോയിറ്റിന് അറിയുന്നില്ല അവരുടെ മനസ്സിൽ എന്ത് ചിന്തയാണ് എന്നുള്ളത്. അവരുടെ മനസ്സിലെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അളക്കാൻ പറ്റുന്നില്ല. But the least motion which they made, it seemed a thrill of pleasure. പക്ഷെ അവരുടെ ഈച്ച് ആൻഡ് എവറി മൊമെന്റിലും ഒരു സന്തോഷം നിറയുന്നത് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നുണ്ട്. That means each and every object in the nature is happy. He can see pleasure in each and every object, everywhere in the nature. In this stanza also he used alliteration. Where it can you see? Alliterations means we have already discussed series of words which has the same consonant sound. But the third line, but the least motion which they made, least motion which they made. So motion and made, here alliteration used in the same. And here what the visual image we are getting? Visual image, bird's image we are getting. Okay. Then come to the next stanza. And second line also we can see alliteration. Their thoughts, their T. Next word also starting with the consonant T. So their thoughts, that is alliteration. Then next stanza. The budding twigs spread out their fan to catch the breezy air, and I must think, do all I can, that there was pleasure there. So here the budding twigs means ഇപ്പം പുതിയതായി വരുന്ന ശിഖിരങ്ങൾ, spread out their fan means leaf, to catch the breezy air, breezy അല്ലെ തണുത്ത കാറ്റ്. So ഈ മരങ്ങളിൽ നിന്നൊക്കെ വരുന്ന ചെറിയ ചെറിയ ശിഖിരങ്ങൾ ഇങ്ങനെ പച്ച വിരിക്കുകയാണ്, ഇലകൾ വിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? അതായത് വരുന്ന ഇളം കാറ്റിനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇലകൾ വിരിക്കുകയാണ് നമ്മുടെ മരങ്ങൾ. And I must think, do all I can, that there was pleasure there. പോയിറ്റിനെ മരങ്ങളുടെ ആക്ഷൻ, അതായത് പുതിയ ശിഖിരങ്ങൾ ഇളം കാറ്റിനെ വരവേൽക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അവിടെയും സന്തോഷമുണ്ട്. Happiness is everywhere in nature. So here also he used visual image. Visual image, can you see? Budding twigs, പുതിയ ശിഖിരങ്ങളെ നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ? So that is visual image. Fan, leaves, ഇതൊക്കെ visual image ആണ്. So tactile image വരുന്നു. Tactile image means which appeals our sense of touch. നമുക്ക് എന്താണ് വരുന്നത്? ബ്രീസി എയർ, നമുക്ക് തണുത്ത കാറ്റ് നമ്മൾക്ക് ശരീരത്തിൽ പതിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നു അല്ലേ? സോ ദാറ്റ് ഈസ് ടാക്ടൈൽ ഇമേജ്. ഓക്കെ, സോ ടച്ചിലൂടെ ഫീൽ ചെയ്യുന്ന സെൻസിനെയാണ് ടാക്ടൈൽ ഇമേജ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് എ സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് ലൈൻ. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? സോ കം ടു ദ ലാസ്റ്റ് സ്റ്റാൻസ. If this belief from heaven be sent, if such be nature's holy plan, have I not reason to lament what man has made of man? If this belief from heaven to send, അദ്ദേഹം വിശ്വസിക്കുന്നു ഈ പ്ലഷർ, പ്രകൃതിയിൽ കാണുന്ന ഈ സന്തോഷം, പ്ലഷർ ഒക്കെ സ്വർഗത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണെന്ന് വിശ്വസിക്കുന്നു. Our Wordsworth is a pantheist. Pantheist means he believes in God. God is everywhere. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് നമ്മുടെ വില്യം വേർഡ്സ്വർത്ത്. അതുകൊണ്ട് തന്നെ പ്ലഷർ ഒക്കെ ഹെവനിൽ സ്വർഗത്തിൽ നിന്ന് അയച്ചതാണെന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. If such be nature's holy plan, നേച്ചറിന്റെ ഹോളി പ്ലാൻ എന്താണ്? What is the nature's holy plan? Nature's holy plan is to provide human beings with beauty, pleasure, peace. അല്ലെ, നമുക്ക് പ്രകൃതിയിലേക്ക് ഇറങ്ങുമ്പോൾ, പ്രകൃതിയെ നമ്മൾ അടുത്തുനിന്ന് വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നോക്കണം. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു ഫസ്റ്റ്. സോ ഇനി പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഒന്നും നമുക്ക് ഊട്ടിയിലേക്കോ മൂന്നാറിലേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല.
ജസ്റ്റ് നമ്മുടെ വീടിന്റെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ജസ്റ്റ് ഒരു അരമണിക്കൂർ നന്നായി പ്രകൃതിനെ ആസ്വദിക്കുക. അപ്പൊ നമുക്ക് എന്തൊക്കെ ഫീലാ വരുന്നത്? നമുക്ക് നല്ല ബ്യൂട്ടി കാണാം അല്ലെ, ഫ്ലവേഴ്സിന്റെ ബ്യൂട്ടി, നല്ല സൗണ്ട്സ് കേൾക്കാം. പിന്നെ നമുക്കൊരു പീസ്ഫുൾ മൈൻഡ് അവിടെ ഉണ്ടാവുകയാണ്, വളരെ സമാധാനപരമായിട്ടുള്ള ഒരു മൈൻഡ് അവിടെ ഉണ്ടാവുകയാണ്, പ്രത്യേക പ്ലഷർ വരികയാണ്, സന്തോഷം വരികയാണ്. അപ്പോ ഇതെല്ലാം ആണ് ഒരു നേച്ചറിന്റെ ഹോളി പ്ലാൻ എന്ന് പറയുന്നത്. ദൈവം അവിടുന്ന് പ്ലഷർ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. Have I not reason to lament what man has made of man? So ഇത്രയും സന്തോഷത്തിൽ he sees pleasure in everywhere, in birds, in trees, in plants, flowers, but he is not at all happy. He is not at all fully happy. What may be the reason? So if the nature is fully satisfied, or there is a pleasure in nature, there might be a reason for the poet said. What is that? Because he is thinking about the cruel attitude of human beings. അദ്ദേഹം ഇത്രയും പ്രകൃതിയിലെ എല്ലാ ഒബ്ജക്ട്സും ഹാപ്പിയാണ്, അവർ നമുക്ക് ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ സങ്കടത്തിന് ഒരു കാരണമേ ഉള്ളൂ. ഈ എല്ലാ സന്തോഷത്തിനിടയിലും അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? ഹ്യൂമൻ ബീയിങ്സ്, ഈ ലൈൻ റിപ്പീറ്റഡ് ആണ്, നമ്മൾ സെക്കൻഡ് സ്റ്റാൻസിൽ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, വാട്ട് ഹാസ് മാൻ ഡൺ ടു മാൻ. മനുഷ്യർക്ക് വേണ്ടി ചെയ്യുന്നത് എന്ത് ക്രൂരതയാണ് മനുഷ്യരോട് ചെയ്യുന്നത്? Why man destroys man? എന്തിനാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്? We know that the cruelty of human beings. What cruelty? Human beings are trying to destroy natures, at the same time his fellow beings also. പ്രകൃതിയെ മാത്രമല്ല മനുഷ്യൻ നശിപ്പിക്കുന്നത്, മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്നു. ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ വരുമ്പോൾ മരങ്ങളൊക്കെ വെട്ടി പുതിയ ബിൽഡിങ്സ് ഒക്കെ കയറ്റുമ്പോൾ അതിൽ നിന്ന് വരുന്ന മലിനീകരണം, വായുമലിനീകരണം, ജലമലിനീകരണം ഒക്കെ നമ്മുടെ മരണത്തിന് തന്നെ കാരണമാകുന്നു. മനുഷ്യനെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പോൾ കവിയുടെ മനസ്സിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. മനുഷ്യൻ എന്ത് ക്രൂരതയാണ് മനുഷ്യനോട് ചെയ്യുന്നത്? Here in this poem we can see visual image. What are the visual images we can see? Heaven, nature, man, ഇതൊക്കെ നമുക്ക് മനസ്സിൽ കിട്ടുന്ന ഇമേജസ് ആണ്. Then auditory image. What is the meaning of lament? Lament means to express feeling, sadness. വിലപിക്കുക എന്ന് പറഞ്ഞാൽ ആ സൗണ്ടാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഓഡിറ്ററി, കരയുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട്, അതാണ് അവിടെ ഓഡിറ്ററി ഇമേജ് കൊടുത്തിരിക്കുന്നത്. Alliteration, we can see alliteration also. If this belief from heaven be sent, belief be, then heaven be sent. So belief and be, so two consonant sounds are used there. That's why it is alliteration. So what is alliteration? A series of words begins with the same consonant sound. Understood? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. Hope all of you have understood the poem. So ഈ പോത്തിന്റെ പ്രത്യേകത എന്താണ് നമ്മൾ പറഞ്ഞു? It is written in the form of quatrains. Quatrain means 4 lines of 6 stanzas. 6 stanzas ഉണ്ട്. പിന്നെ how can we find rhyming scheme? So ഇതിൽ rhyming scheme യൂസ് ചെയ്തിട്ടുണ്ട്. AB എന്നുള്ളതാണ്. How can we find? Please take the first stanza. I heard 1,000 blended notes while in a groove I sat recline in that sweet mood when pleasant thoughts bring sad thoughts to the mind. So last stanza il nammal personification kudi kaanam sadikkum. If such be nature's holy plan. Plans okke undavuka aarkanu manushyarkanu. So it is a human quality, human attribution kodukkaanu nature. So there we can see personification. That line is personified. So come to the rhyming words. What is rhyming words and rhyming scheme? Last വരുന്ന letters sound, last വരുന്ന sound ഒരുപോലെ വരണം അല്ലേ? So this poem is written in the form of quatrains of 6 stanzas in ABAB rhyming scheme. What is how to find ABAB rhyming scheme? Please take first stanza of the poem. I
heard 1,000 blended notes while in a grove I sat recline. In that sweet mood, when pleasant thoughts bring sad thoughts to the mind. So which are the last word of first line? Notes. So we can give A. For notes, A. Next line, last word is reclined. So notes is reclined is same, ending with same sound? No. So we can give B. Then thoughts. So notes, thoughts, same rhyming words. It is a rhyming words. So we can give A also for thoughts because we have given A for notes. So same sound came here. So we can give notes, thoughts. Then reclined mind. Reclined mind. Same sound. So we can give B. So first notes A, reclined B, thoughts A, mind B. So its rhyming scheme is A, B, A, B. നിങ്ങൾക്ക് മറ്റ് സ്റ്റാൻസ് നോക്കിയാലും മനസ്സിലാവും സെയിം റൈമിംഗ് സ്കീമിലാണ് ഈ പോം വരുന്നത്. സോ നെക്സ്റ്റ് സ്റ്റാൻസിൽ ലാസ്റ്റ് വേർഡ് വരുന്നത് ലിങ്ക്, റാൻ, തിങ്ക്, മാൻ. ലിങ്ക്, തിങ്ക്. സോ എ, ദെൻ റാൻ, ബി, തിങ്ക്, എ, മാൻ, ബി. സോ എ, ബി, എ, ബി. നെക്സ്റ്റ് സ്റ്റാൻസിൽ നോക്കിയാലും എല്ലാ സ്റ്റാൻസിലും എ, ബി, എ, ബി എന്നുള്ള റൈമിംഗ് സ്കീമാണ് വരുന്നത്. So hope you all understood this poem clearly. അപ്പോൾ എന്താണ് ഇതിന്റെ മെയിൻ തീമായിട്ട് വരുന്നത്? ഒരു ബിറ്റർ സ്വീറ്റ് മൊമെന്റ് ആണ് കവി ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പ്രകൃതിയിലെ ഓരോ ഒബ്ജക്റ്റും ഹാപ്പിയാണ്. There is a pleasure everywhere in nature, but sometimes poet's mind is saddened. Why? Because he is thinking about the cruel attitude of human beings. അല്ലേ? മനുഷ്യരുടെ ചീത്ത പ്രവൃത്തികളെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് കവി വിഷമിക്കുന്നത്. വാട്ട് ഈസ് ദ ക്രൂവൽ ആക്ടിവിറ്റീസ്? മനുഷ്യർ മനുഷ്യരോടും തിന്മ ചെയ്യുന്നു, പ്രകൃതിയോടും തിന്മ ചെയ്യുന്നു. അവിടെയാണ് കവി വിലപിക്കുന്നത്. സോ ഐ വിൽ ഗീവ് എ വർക്ക്. യു ഷുഡ് കളക്ട് nature poems from Google. You will get many nature poems from Google and just read. ഈ റൊമാൻറ്റിക് ഏജിലെ മറ്റ് പോയറ്റ്സ് ഉണ്ട്. ഷെല്ലി, കീറ്റ്സ്, ബൈറൻ, കോൾറിച്ച്, അങ്ങനത്തെ പോയറ്റ്സിൻ്റെ ഒക്കെ പോയംസ് മിക്കതും നേച്ചർ പോയംസ് ആയിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് നേച്ചറിനെ കുറിച്ച് യു ഷുഡ് കം ആസ് എ പോം ഓഫ് യുവർ സെൽഫ്. നിങ്ങൾ സ്വയം ഒരു പോം നേച്ചറിനെ കുറിച്ച് ഒരു 6 lines എഴുതി നോക്കുക. I will share the notes later. Thank you.